ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിൽ നമ്മുടെ തമിഴ്നാട്ടിൽ, അതായത് തെലുങ്കാന ഭാഗത്തുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു സ്വീറ്റ് ജുനു എന്ന് അവർ പറയും. ഈ ഒരു ജുനു തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെലുങ്കാന സൈഡിൽ അവർ പാല് വെച്ചാണ് ഈ ഒരു സ്റ്റീംഡ് കേക്ക് തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാളികേരം വെച്ചാണ് നമ്മൾ ഈ ഒരു ജുനു തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സ്റ്റീംഡ് പുഡിംഗ് ടൈപ്പ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് സേഫ്ലി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി സ്വീറ്റ് ഡിഷ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഈ ഒരു ജുനു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്നത് റേഷൻ കടയിലെ സാധാരണ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പ് പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വെള്ളത്തിൽ ഒരു 3 to 4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ വെസലിൽ നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 3 to 4 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. നോക്കിക്കോളൂ, ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ അരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. മിക്സി ജാറിലോട്ട് അരി എല്ലാം ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പോളം നമുക്ക് വെള്ളം ചേർക്കാം. അധികം വെള്ളം പാടില്ല. ആദ്യം നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരി നമുക്ക് ബൗളിലോട്ട് ആക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ബാറ്റർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ സെയിം മിക്സി ജാറിൽ ഇതുപോലെ ഞാനൊരു നാളികേരം പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിരകിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് നാളികേരം മൊത്തം എടുത്ത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചിരകിയതാണല്ലോ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിരകിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പോളം, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് നാളികേരമാണ് എടുക്കേണ്ടത്. ഞാൻ ശകലം ഒരു കൂടുതൽ ഒരു 1.5 കപ്പോളം ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. ഈ നാളികേരം എല്ലാം മിക്സി ജാറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ അരി എടുത്ത് അതേ അളവിൽ തന്നെ നമുക്ക് ശർക്കര ആഡ് ചെയ്യാം. 1 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പോളം പാല് ചേർക്കാം. ഇതേ സെയിം അളവിലാണ് നമ്മൾ പാലെടുക്കുന്നത്. അതേ സെയിം അളവിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ കപ്പിൻ്റെ സെയിം അളവിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു 1/4 കപ്പോളം പാലെടുത്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ലൊരു ചെറുതായിട്ട് തരിതരിപ്പുണ്ട് നാളികേരത്തിൻ്റെയാണ്. അപ്പോൾ ഫൈൻ പേസ്റ്റാക്കി ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം നമുക്ക് കുരുമുളകും കൂടെ 2 ഏലക്കായും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഇതുപോലെ ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലോട്ട് ഒരു ഞുള്ളു ഉപ്പും കൂടെ ചേർക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ കുറച്ച് മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന ഒരു റൈസിൻ്റെ ബാറ്ററിൻ്റെ കൂടെ നമുക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുത്തതിന് ശേഷം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടെല്ലാം യോജിപ്പിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. കുറച്ച് തിക്നെസ് പോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നോ അല്ലെങ്കിൽ പ്ലേറ്റോ, എന്താ നിങ്ങളുടെ കയ്യിൽ സൗകര്യം ഉള്ളത് ആ ഒരു പ്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് അതെടുക്കുക. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു വെസലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ നെയ്യ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ.
ബാറ്റർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അടിയിൽ വശം നന്നായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ടിൻ്റെ ആ റിങ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ബാറ്റർ നമുക്ക് വെസലോടെ നമുക്ക് ഇതിലോട്ട് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് സ്റ്റീം ചെയ്തതിന് ശേഷം ആ വെള്ളം ഇതിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലിത്തട്ടിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു 20 to 35 മിനിറ്റ്സ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്റ്റീമായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്യാം. നമുക്ക് പ്ലേറ്റും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് പുറമിൽ നിന്ന് കാണുമ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കോളൂ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ നൈഫ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റീംഡ് പുഡിങ് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അതായത് നമുക്ക് പുറത്തോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നൈഫും കൊണ്ട് സൈഡ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇത് റിലീസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ഗ്രീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ജുനു പെട്ടെന്ന് തന്നെ റിലീസായി കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് എടുത്ത് നോക്കാം. പാത്രം നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ജുനു ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്വയർ ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ടിഫിനായിട്ടും സ്നാക്സ് ആയിട്ടും രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കാനും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ആണെങ്കിലും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.